ാണ് കരമന അഖിൽ കൊലക്കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. മുഴുവൻ പ്രതികളെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരടക്കം 7 പ്രതികളും പിടിയിലായി. വിശദാംശങ്ങളുമായി സലീം മാലിക് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഗുഡ് മോർണിംഗ്. അതിക്രൂരമായ ഒരു കൊലപാതകം, പക്ഷേ പെട്ടെന്ന് തന്നെ എല്ലാ പ്രതികളും പിടിയിലാകുന്നു. അത് ഗൂഢാലോചന നടത്തിയവരാകട്ടെ, നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്തവരാകട്ടെ, അവരെല്ലാം പിടിയിലാകുന്നു. ഇന്നിപ്പോൾ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് മനസ്സിലാക്കുന്നു. മറ്റു നടപടികൾ എന്തൊക്കെയാണ്? സ്മിത ക്രിസ്റ്റീന, ഈ കേസുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ പ്രതികളെ എല്ലാവരെയും പലയിടങ്ങളിൽ നിന്നായി പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ നേട്ടമാണ്. അപ്പോഴും ഈ പോലീസിന്റെ മുൻപിൽ ബാക്കി നിൽക്കുന്നത് ഇത്രയും കൊടും ക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് പ്രതികളെ നയിച്ചത് എന്ത് എന്നുള്ളതുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളുടെ ഉത്തരം തേടിയാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനായി പോലീസ് നീക്കം ആരംഭിച്ചത്. ഇന്ന് കോടതിയിൽ ഈ അറസ്റ്റ് ചെയ്ത പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്താൽ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. ആദ്യഘട്ട പ്രാഥമിക നടപടി എന്ന നിലയിൽ മാത്രം കഴിഞ്ഞ ദിവസം ഈ സംഭവ സ്ഥലത്തേക്ക് അവരെ എത്തിച്ചു എന്നതിനപ്പുറത്തേക്കൊരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും ആ നിലയിലുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ആദ്യം ഈ കേസിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലാത്ത പ്രതികളെയാണ് പിടികൂടിയതെങ്കിൽ ഇന്നലെയോടുകൂടി തന്നെ കേസിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള 3 പ്രതികളെയും അവരെ സഹായിച്ചവരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. അത് പല സ്ഥലങ്ങളിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നവരുടെയും തമിഴ്നാട്ടിലും ഒപ്പം തിരുവനന്തപുരത്ത് തന്നെ നഗരഹൃദയത്തിൽ തന്നെയുള്ള ചെങ്കൽച്ചൂളയിൽ നിന്ന് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് പോലീസ് ഇവരെ പിടികൂടിയത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്ന നിലയിൽ നിലവിൽ പോലീസ് പറയുന്നത് തെരഞ്ഞെടുപ്പ് ദിവസം ബാറിലുണ്ടായ ഒരു തർക്കം, അത് ബാറിലേക്ക് കയറുന്നതിന് വഴി നൽകാത്തതിനെ ചൊല്ലിയുള്ള ഒരു തർക്കമാണ് ഇത്രയും വലിയ ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. അതിൽ തന്നെ പ്രതികൾ കൊല ചെയ്ത രീതി അതിക്രൂരമാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. കാരണം 32 തവണ കമ്പിവടി കൊണ്ട് ഈ അഖിലിന്റെ ശരീരത്തിൽ ക്രൂരമായി മർദ്ദിച്ചു. മാത്രമല്ല വലിയ കോൺക്രീറ്റ് കട്ട ഉപയോഗിച്ച് അത് പലതവണ ഈ അഖിലിന്റെ മുഖത്തേക്ക് ഇടുകയും ചെയ്തു. അതും 7 തവണയിലധികം ഇട്ടു. ബോധം പോയതിനു ശേഷം വീണ്ടും ഈ കട്ടയെടുത്ത് അഖിലിന്റെ തലയിലേക്ക് ഇടുകയായിരുന്നു. അങ്ങനെ മരണം ഉറപ്പാക്കിയതിനു ശേഷമാണ് ഈ പ്രതികൾ പോയത്. നേരത്തെ മുൻപും സമാനമായ ഒരു 19കാരനായ അനന്തു എന്ന 19കാരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണിത്. ഈ കേസിൽ ഇപ്പോൾ പിടിയിലായിട്ടുള്ളവരിൽ 2 പേരൊഴികെ ബാക്കി എല്ലാവരും ആ കേസിലെ കൂടി പ്രതികളാണ്. ആ കേസിൽ ഈ വിചാരണ അനന്തമായി നീണ്ടുപോകുന്നത്, കുറ്റപത്രം ഇതുവരെ സമർപ്പിക്കാത്തതിനെയൊക്കെ തുടർന്ന് പ്രതികൾ ജാമ്യത്തിലായിരുന്നു. ആ ജാമ്യത്തിൽ കഴിയവെയാണ് ഇപ്പോൾ മറ്റൊരു കൊലപാതകം കൂടി നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് കേട്ട ആക്ഷേപം ഇന്ന് കേൾക്കരുത് എന്നൊരു നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് പോലീസ് നീങ്ങുന്നത്. കാരണം പരമാവധി വേഗത്തിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ്. 5 വർഷം മുൻപ് നടന്ന ആ കൊലപാതകത്തിൽ ഇതുവരെയും പോലീസിന് കുറ്റപത്രം സമർപ്പിക്കാനായിട്ടില്ല. പക്ഷേ ഈ കേസിൽ സലീം മാലിക്കാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.